എല്ലാവർക്കും നമസ്കാരം. മാത്ത് വി ലേണിംഗിലേക്ക് സ്വാഗതം. കേരള PSC നടത്താൻ പോകുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ഒരു ടോപ്പിക്കാണ് ലീനിയർ ഓൾജിബ്ര. ആ ലീനിയർ ഓൾജിബ്രയിൽ നിന്നും PSC മുമ്പ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നോക്കുക, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്? ഈ മെട്രിക്സിന്റെ റാങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ല. ഇതൊരു 3 റോയും 4 കോളവും വരുന്ന 3/4 മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെ? അതല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോൺ സീറോ ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം? ആ മെട്രിക്സിന്റെ ഓർഡർ തന്നെയാണ് അതിന്റെ റാങ്ക് എന്ന് എഴുതാം. ഇനി സീറോ ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 3/3 ആണെങ്കിൽ അതിന്റെ ഒരു 2/2 മൈനർ എടുക്കുക. ഏതെങ്കിലും 4 എലമെന്റുകൾ എടുത്ത്, ഓർഡറിൽ വരുന്ന ഏതെങ്കിലും 4 എലമെന്റുകൾ എടുത്ത് ഒരു 2/2 മൈനർ കണ്ടുപിടിക്കുക. ആ മൈനറിന്റെ വാല്യൂ നോൺ സീറോ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതാണ് അതിന്റെ റാങ്ക് നമുക്ക് പറയാം. ഇനി അതും സീറോ ആണെങ്കിൽ റാങ്ക് 1ലേക്ക് പോകും. ഇതാണ് സ്ക്വയർ മെട്രിക്സിന്റെ പ്രൊസീജിയർ. സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എണ്ണി റാങ്ക് എത്രയാന്ന് പറയണം അല്ലെ? അതാണ് പ്രോസസ്. അപ്പൊ അത് എങ്ങനെ ചെയ്യും? ഈ 1 ഉപയോഗിച്ചുകൊണ്ട് 4നെയും 15നെയും നമ്മൾ സീറോ ആക്കണം. 4 രണ്ടാമത്തെ റോയിലുള്ളതുകൊണ്ട് R2 ചേഞ്ചസ് ടു R2 മൈനസ് ഈ R2ന്റെ കൂടെ R1ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? അത് സീറോ ആക്കാൻ, 4 സീറോ ആക്കാൻ 4 തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? 4 × R1. ഇനി R3 ചേഞ്ചസ് ടു R3യിൽ 15 ആണ്. ആ 15 ഇവിടെ R1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, 15 R1. ഇങ്ങനെ 2 ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ മെട്രിക്സ് ഇങ്ങനെ കിട്ടും. 1 1 -3 -1. ആ ഫസ്റ്റ് റോയിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ എഴുതാം. ഇത് മൈനസ് ചെയ്ത് എഴുതാം. ഇത് ഞാൻ പെട്ടെന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്ന് എഴുതി ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 - 4 എന്ന് വരും ഇവിടെ അല്ലെ? അപ്പൊ ഈ സാധനം സീറോ. പിന്നെ അടുത്തത് എന്താ? -2 -4 ഇൻറ്റു ഇവിടുത്തെ നമ്പർ 1 ആ. എഗെയിൻ അത് 4 തന്നെ വരും അല്ലെ? അപ്പൊ അത് -6 എന്ന് വരും. അടുത്തത് 6 ആണ്. 6 - 4 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എത്രയോ? 6 + 12 എന്ന് വരും. അപ്പൊ ഇത് 18. ശരിയല്ലേ? അടുത്ത നോക്കൂ, 8 - 4 ഇൻറ്റു -1. 8 + 4 12. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിലൊന്നും യാതൊരു കൺഫ്യൂഷനും ആർക്കും ഇല്ലല്ലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ക്ലാസ് ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മുമ്പ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പല മറ്റ് സബ്ജക്റ്റുകളുടെ ആൾക്കാരുണ്ടാവും. മാത്സ് പഠിച്ച ആൾക്കാരായിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോവാം. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ എല്ലാ വാല്യൂസും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ വാല്യൂസ് നോക്കുക. ഇതാണ് അടുത്തത് അല്ലെ? അപ്പൊ R3യിലെ 15 -15 × 1 15 തന്നെ വരും. അത് സീറോ അല്ലേ? പിന്നെ അടുത്തത് -3 -15 ഇൻറ്റു ഇവിടെ എന്താ വരുന്നത്? 1 ആണ്. അപ്പൊ -3 -15 is -18. ഓക്കെ, അടുത്തത് ഇതാണ് 9 -15 ഇൻറ്റു -3. അപ്പോ 15 ഇൻറ്റു -15 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -45. -45 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 45 + 9 is 54. അല്ലടോ, ശരിയല്ലേ? നോക്കണേ. ഓക്കെ, അടുത്തത് നോക്കുക. ഇനിയുള്ള എലമെന്റ് 21 ആണ്. 21 -15 ഇൻറ്റു ഇവിടെ -1 വരും. അപ്പൊ അത് +1 ആയില്ലേ? അപ്പോ +15 ആയി. അപ്പൊ 21 + 15 36 എന്നും കിട്ടും. ഇതാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന മെട്രിക്സ്. ഇതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിന്റെ റാങ്ക് നേരിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം? റാങ്ക് is 2 എന്ന് എഴുതി വെക്കാം. എങ്ങനെയാണ് ഇതിന്റെ റാങ്ക് 2 ആവുന്നത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? ഇതിന്റെ റാങ്ക് 2 ആണെന്ന് പറയും. എങ്ങനെയാണ്? അതിനാ നമ്പറുകളായിട്ട് ഒരു ഫെമിലിയർ ആവണം നിങ്ങൾ.
6 ഇൻറ്റു 3 ആണ് -18. ശരിയാണോ? -6 ഇൻറ്റു 3 ആണ് -18. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -18 കിട്ടും. അതേ 3 കൊണ്ട് 18 മൾട്ടിപ്ലൈ ചെയ്താൽ 54 കിട്ടും. അതേ 3 കൊണ്ട് 12 മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും. അതായത് R3 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 3R2 ആണ്. ഇപ്പോ എന്ത് പറയാം നമുക്ക് ഇവിടെ? R2 R3 പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. സെയിമോ പ്രൊപ്പോർഷണലോ ആണെങ്കിൽ നിങ്ങൾ ഇനി അത് മൈനസ് ചെയ്യുമ്പോൾ ഒരേ വാല്യൂ ഉണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. അപ്പൊ അത് എന്തായി പോകും? കംപ്ലീറ്റ് ഇത് സീറോ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് പ്രോസസ് ആണോ ചെയ്യുന്നത് ആ പ്രോസസ്സിലൂടെ ഈ നമ്പറും ഒക്കെ എന്തായി പോകും? സീറോ ആയി പോകും. കാരണം ഒക്കെ പ്രൊപ്പോർഷണൽ ഒരേ ക്വാണ്ടിറ്റി ആണ് നമ്മൾ R2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് R3 മൈനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? ഈ രണ്ട് റോകളും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു റോ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും? സീറോ ആയി പോകും. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? therefore number of non-zero rows is 2 അല്ലെ. ഇത് സീറോ ആയി പോവാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയി പോവാ പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. എന്ത് പ്രോസസ്സ് ഇനി മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ നേരിട്ട് തന്നെ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ -18 നമ്മൾ സീറോ ആക്കാൻ എന്താ ചെയ്യാൻ നോക്കൂ. അതാ ഞാൻ പറഞ്ഞു. -18 ഉണ്ടല്ലോ ഇവിടെ. ഈ -6 കൊണ്ട് -18 സീറോ ആക്കണം. അപ്പൊ -18 മൈനസ് ആയതുകൊണ്ട് ഒരേ സൈൻ ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്യാണ് ചെയ്യുക. സോറി, ഒരേ സൈൻ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുക അല്ലെ. ഒരേ സൈൻ ആകുമ്പോൾ മൈനസ് ചെയ്യും, ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ പ്ലസ് ചെയ്യാം. അപ്പൊ മൈനസ്. ഇനി ഈ 66നെ 18 ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യാം അല്ലെ. അപ്പൊ 3 ഇൻറ്റു -6 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ -18 + 18 വരും. ഇതെന്തായി പോവും? സീറോ ആയി പോവും. ശരിയല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ 18നെ 6 കൊണ്ട് സീറോ ആക്കാൻ ഇവിടെ 3 ആണ് മൾട്ടിപ്ലൈ ചെയ്തത് എങ്കിൽ ആ 3 കൊണ്ട് നമ്മൾ 18നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 54 കിട്ടും. ആ 3 കൊണ്ട് 12നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. ദാറ്റ് ഈസ് ഇതെല്ലാം ഇത് സീറോ ആവുന്നതിന്റെ ഒപ്പം തന്നെ ആരൊക്കെ സീറോ ആവും? 54ഉം 36ഉം ഒക്കെ എന്തായി പോവും? സീറോ ആയി പോവും. സംഭവം കിട്ടിയോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് റോയും തേർഡ് റോയും പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നത്. സെയിമോ പ്രൊപ്പോർഷണലോ ആണെങ്കിൽ അത് മൈനസ് ചെയ്യുമ്പോൾ എന്തായി പോകും? കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയി പോകും ഒരു റോ. പിടികിട്ടിയോ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് non-zero rows is 2 എന്ന് പറയാം. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തലയിൽ കയറുന്നില്ല, കിട്ടുന്നില്ല എങ്കിൽ എക്സാം ഹോളിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ സീറോ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. ആ ഒരു പ്രോസസ്സ് ഇവിടെ ഒക്കെ ചെയ്യാം. ഞാനിപ്പോ ഇവിടെ കാണിക്കാം. ഇപ്പൊ ഈ റോയിനെ സീറോ ആക്കാനായിട്ട് R3നെ സീറോ ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് R3 - 3R2 ആണ് ചെയ്യുക. ഇത് ഈ ഒരു പ്രോസസ്സ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, പ്രോബ്ലം ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ 18 സീറോ ആയി പോയി. പിന്നെ അടുത്ത എന്താ വരുന്നത് നോക്കൂ? 54 -3 ഇൻറ്റു 18. 54 - 54 അഗെയിൻ സീറോ. ലാസ്റ്റ് 36 -3 ഇൻറ്റു 12. സോറി, 3 ഇൻറ്റു 12 is 36. 36 - 36 സീറോ. ഈ റോ കംപ്ലീറ്റ് ആയിട്ട് എന്തായി? സീറോ ആയില്ലേ? ഇവിടെ സീറോ ആണ്, ഇവിടെ സീറോ ആണ്, ഇവിടെ സീറോ ആണ്, ഇവിടെ സീറോ ആണ്. therefore ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സീറോ. നമ്പർ ഓഫ് non-zero rows എന്ന് പറഞ്ഞപ്പോ 2. therefore റാങ്ക് is 2. സംഗതി പിടികിട്ടിയോ? ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എല്ലാ സാധ്യതകളും അതിന്റെ പഠിച്ചു വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതേ വരുന്നു രണ്ടാമത്തെ ചോദ്യം. ഇതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പ്രോസസ്സ് ചെയ്തിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും. ട്രൈ നോക്കിക്കോളൂ. ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 1 2 0 1 5 4 2 6 4 2 2 5 ഈസ്. ഇതിന്റെ റാങ്ക് എന്താണ് ഈ മെട്രിക്സിന്റെ? ഇതും സ്ക്വയർ മെട്രിക്സ് അല്ല. നമുക്ക് സ്ക്വയർ മെട്രിക്സ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. R2 changes to R2 - 5R1. R3 changes to R3 - 4R1 അല്ലെ. ഇതല്ലേ ചെയ്തത്? ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 2 0 1 എന്ന് പറഞ്ഞ മെട്രിക്സ് വരും. 5 - 5 0. പിന്നെ അടുത്ത നോക്കിക്കോളൂ. 4 - 5 ഇൻറ്റു 2 4 - 10
മൈനസ് 6. അടുത്തത് 2 മൈനസ് 5 ഇൻറ്റു 0, അത് 2 തന്നെയാണ്. അടുത്തത് 6 മൈനസ് 5 ഇൻറ്റു 1, 6 മൈനസ് 5 ഇസ് 1. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് 4 മൈനസ് 4 ഇൻറ്റു 1 ഇസ് 0. നെക്സ്റ്റ് വൺ 2 മൈനസ് 4 ഇൻറ്റു 2, 2 മൈനസ് 8 മൈനസ് 6 അല്ലെ. അടുത്തത് 2 മൈനസ് 4 ഇൻറ്റു 0, അതും എന്താണ് വരിക? 2 തന്നെയാണ് വരിക. 5 മൈനസ് 4 ഇൻറ്റു 1 ഇസ് 1. ഇപ്പോൾ വളരെ ഈസിയാണ്. രണ്ട് റോസ് സെയിം ആണ് അല്ലെ. ഈ രണ്ട് റോസും സെയിം ആണ്. പ്രൊപ്പോർഷണൽ ആണെന്ന് പറയേണ്ട കാര്യമില്ല. രണ്ട് റോസും സെയിം ആണ്. സെയിം R3 ആണ്. അപ്പൊ എന്ത് കിട്ടും? R3 R2 സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റാങ്ക് is 2. റാങ്ക് is 2 എന്ന് പറയാം. ഓപ്ഷൻ ബി. ഇതിന്റെ റീസണും കൂടെ നിങ്ങൾ എഴുതി വെക്കണേ. R3 ആൻഡ് R2 റീസണൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ആർ സെയിം. അപ്പോൾ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും? 0 ആയി പോകും. നോൺ സീറോ റോസിന്റെ എണ്ണം എഴുതുമ്പോൾ നമുക്ക് 2 കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ റാങ്ക്. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കണോ? ഇനി നമ്മൾ മാത്വി ലേണിംഗ് ആപ്പിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും, കുറച്ച് പോർഷൻസ് ഒക്കെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇനി ബാക്കി വരുന്ന പോർഷൻസ് ഒക്കെ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു ബാച്ച് ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ കംപ്ലീറ്റ് റിവിഷൻസും ലൈവ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യും. എക്സാമിന് മുമ്പായി കംപ്ലീറ്റ് ടോപ്പിക്സിന്റെ റിവിഷൻസ് കംപ്ലീറ്റ് ലൈവ് ആയിട്ട് നമ്മൾ ചെയ്യും. 40 മാർക്കാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ആയിരിക്കും. ആ ഒരു 40 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാച്ചിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 8943921124 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്വി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് ആ ആപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആപ്പിൽ ഈ കോഴ്സിന് ഫീ വരുന്നത് 999 ആണ്. ഇപ്പൊ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് 699 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. മാത്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും, ഇൻക്ലൂഡിംഗ് മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ, ലൈവ് ക്ലാസ്സുകൾ എല്ലാം. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എടുക്കാനായിട്ട്. താങ്ക് യു. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 3, 2, 5, -1, 0, 2, 1, 1, 6, 11, 6, 11. ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നേരിട്ട് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം തന്നെ ഇതിന്റെ ഇപ്പൊ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. റിഡക്ഷൻ ചെയ്യുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു നോക്കൂ. 3x3 ആയതുകൊണ്ടാണ്. 3, 2, 5, -1, 0, 2, 11, 6, 11. ഈ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. കാരണം ഇവിടെ ഈ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. എവിടെയാണ് ഒരു 0 ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഇത് നെഗറ്റീവ് ആണ് ശരിക്കും സൈൻ വരിക. അപ്പൊ -1 ഇൻറ്റു ഈ റോയും കോളവും കളഞ്ഞാൽ ബാലൻസ് വരുന്നത് 2, 5, 6, 11 ആണ്. അപ്പൊ 2 ഇൻറ്റു 11 22 മൈനസ് 6 ഇൻറ്റു 5 30. ഓക്കെ, ഇത് 0 ആണ്. പിന്നെ ഇത് നെഗറ്റീവ് വരും. -2 ഇൻറ്റു -2 വരുന്ന കോളവും റോയും കളഞ്ഞാൽ ബാലൻസ് 3, 2, 11, 6 അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 2 ഇൻറ്റു 3 ഇൻറ്റു 6 18 മൈനസ് 11 ഇൻറ്റു 2 22. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് പോസിറ്റീവ് ആയി 1. 22 മൈനസ് 30 is -8 അല്ലെ. -8 മൈനസ് ഇവിടെ എന്താ 2 ഇൻറ്റു 18 മൈനസ് 22. അപ്പൊ അത് -4 എന്ന് വരും. -2 ഇൻറ്റു -4 is +8. 0 ആയി മാറിയില്ലേ? എന്ത് പറയാം നമുക്ക് നേരിട്ട്? റാങ്ക് ഓഫ് എ, ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ <3 ആന്ന് പറയാം. 3 അല്ല അതിന്റെ റാങ്ക് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അല്ലെ. 3 അല്ല അതിന്റെ റാങ്ക് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം 0 ആയി ഡിറ്റർമിനന്റ്. 0 ആയാൽ എന്തല്ല റാങ്ക്? അതിന്റെ ഓർഡർ അല്ല റാങ്ക്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഏതെങ്കിലും ഒരു 2/2 മൈനർ എടുക്കുക. 2/2 മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മെട്രിക്സ് കാണുന്ന അതേ ഓർഡറിൽ തന്നെ
ഏതെങ്കിലും 2x2 മെട്രിക്സ് അതിൽ നിന്നും സെലക്ട് ചെയ്ത് എഴുതാം. പല രീതിയിൽ നിങ്ങൾക്ക് 2x2 മെട്രിക്സുകൾ സെലക്ട് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഒരു സെലക്ഷൻ ഞാനിവിടെ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന സെലക്ഷൻ ഇതാണ്. ഇതൊരു സെലക്ഷൻ ആണ്. ഇനി അങ്ങനെയല്ല, അത് കിട്ടുന്നില്ല, അത് 0 ആയിട്ടാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതി വെക്കരുത്, എല്ലാ സെലക്ഷനും നോക്കണം കേട്ടോ. ഇത് വേറൊരു സെലക്ഷൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇത് വേറൊരു സെലക്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ ഇത് വേറൊരു സെലക്ഷൻ ആണ്. ഇതൊക്കെ എന്താണ്? 2x2 മൈനറുകളാണ്. ഇനി ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തുണ്ടാവും? 3, 5, -1, 2 അതൊരു മൈനറാണ്. ഓക്കെ, അതല്ലാണ്ട് -1, 2, 11, 11 അതൊരു മൈനറാണ്. അല്ലെങ്കിൽ 3, 5, 11, 11 അതൊരു മൈനറാണ്. 3, 2, 11, 6 അതൊരു മൈനറാണ്. 2, 5, 6, 11 അതും മൈനറാണ്. അങ്ങനെ ഒരുപാട് മൈനറുകൾ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ 9 മൈനറുകൾ ഉണ്ടാവും. 9 എലമെന്റ് ഉണ്ടെങ്കിൽ 9 മൈനറുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? നോൺ സീറോ കിട്ടിയാൽ മതി. ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആവണം കേട്ടോ. മൈനർ എടുക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആദ്യത്തെ 0, അടുത്ത 0, അടുത്ത 0, അടുത്ത 0. അപ്പൊ നമ്മൾ 9 ആണ് നോക്കേണ്ടി വരിക. 0 ആണോ എന്നുള്ളത് അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട്, പക്ഷെ അത്രയൊന്നും പോകേണ്ടി വരില്ല. ഇതിൽ ആദ്യത്തെ മൈനർ എടുത്ത് നോക്കൂ. 3, 2, -1, 0. ഇതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 + 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. നോൺ സീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ഈ മൈനറിന്റെ ഓർഡർ ആണ് ഇതിന്റെ റാങ്ക് എന്ന് പറയാം. റാങ്ക് ഈസ്, ഇതിന്റെ ഓർഡർ എന്താ? 2/2 അല്ലേ? റാങ്ക് ഈസ് 2. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ് ഇതാണ്. സ്ക്വയർ മെട്രിക്സിൽ എന്താ മറ്റത് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, അങ്ങനെയും ചെയ്യാം. സ്ക്വയർ മെട്രിക്സിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രോസസ്സും ചെയ്യാം, അതിൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇതിൽ വലിയ നമ്പറുകളൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്തില്ല ആൻസറിലേക്ക്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അപ്പൊ ഡിറ്റർമിനന്റ് ആയിരിക്കും വലിയ പ്രയാസമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ.